വേതാളം പറഞ്ഞ മൂന്നാമത്തെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഥയുടെ പേര് ആരാണ് കേമൻ. വേതാളത്തെ വീണ്ടും പിടിച്ചു കെട്ടി തോളത്ത് സ്ഥാപിച്ച് വിക്രമാദിത്യൻ നടക്കാൻ തുടങ്ങി. വേതാളം അടുത്ത കഥയിലേക്ക് കടന്നു. ഒരു രാജാവിൻ്റെ മുന്നിൽ 3 ബ്രാഹ്മണ കുമാരന്മാരെത്തി. അവരിൽ ഒരാൾക്ക് ഭക്ഷണത്തോട് പ്രിയം. ഏതുതരം ഭക്ഷണവും സ്വാദറിഞ്ഞ് ഭക്ഷിക്കാൻ അയാൾക്ക് പ്രത്യേകമായ കഴിവാണുള്ളത്. രണ്ടാമന് സ്ത്രീകളിൽ കമ്പം. മൂന്നാമനാകട്ടെ ഉറക്കമാണ് താല്പര്യം. ഇവരുടെ നിരീക്ഷണ വൈദഗ്ധ്യം പരീക്ഷിക്കുന്നതിനായി രാജാവ് നിശ്ചയിച്ചു. ഒന്നാമന് അടുത്തൊരു ഗൃഹത്തിൽ വിഭവസമൃദ്ധമായ സദ്യ ഏർപ്പാടാക്കി. രണ്ടാമനെ സുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ ഒരു കന്യകയോടൊപ്പം അയച്ചു. മൂന്നാമന് പട്ടുമെത്തയിൽ തൂവലും പുഷ്പങ്ങളും വിരിച്ച് സുഖകരമാക്കി അതിൽ നിദ്ര കൊള്ളാൻ അനുവദിച്ചു. ആദ്യത്തെ യുവാവ് ഭക്ഷണം കഴിഞ്ഞ് വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സദ്യവട്ടങ്ങളൊക്കെ കേമം, പക്ഷെ ചോറിന് ചാണകത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? പാചകക്കാരനെ വരുത്തി രാജാവ് അന്വേഷിച്ചു. ചാണകം കത്തിച്ച ചാരം വളമിട്ട് വളർത്തിയ നെല്ലിൽ നിന്നുള്ള അരിയാണ് ഉപയോഗിച്ചതെന്ന് മറുപടി കിട്ടി. രണ്ടാമനെ വിളിച്ച് രാജാവ് ആ പെൺകുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾക്ക് എരുമയുടെ ഗന്ധമുണ്ടായിരുന്നു എന്നാണ് മറുപടി കിട്ടിയത്. ആ മറുപടി കേട്ട് രാജാവ് ആ പെണ്ണിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു. പശു വളർത്തൽ തൊഴിലായി സ്വീകരിച്ച ഒരാളുടെ കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണായിരുന്നു അത്. നീണ്ട ഉറക്കം കഴിഞ്ഞെത്തിയ മൂന്നാമനോട് രാജാവ് ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ശരീരം നോവുന്നു എന്നായിരുന്നു അയാളുടെ മറുപടി. അതിമൃദുലമായ കിടക്കയിൽ കിടന്നാൽ എങ്ങനെ മേല് നോവും? കിടക്ക പരിശോധിക്കാൻ ഉത്തരവായി. തൂവലുകൾക്കിടയിൽ ചെറിയൊരു തലമുടി ഉടക്കിക്കിടന്നിരുന്നു. കഥ ഉപസംഹരിച്ചതിന് ശേഷം വേതാളം ചോദ്യത്തിലേക്ക് കടന്നു. ഈ 3 പേരിൽ ആർക്കാണ് നിരീക്ഷണ സാമർഥ്യം കൂടുതൽ? വിക്രമാദിത്യൻ്റെ മറുപടി ഉടനെത്തി. മറ്റ് 2 പേരും ഉണർന്നിരുന്നവരാണ്. എന്നാൽ ഗാഠമായ ഉറക്കത്തിനിടയിലും മെത്തയുടെ സുഖമറിഞ്ഞവനാണ് മൂവരിലും കേമൻ. ഈ ഉത്തരം കേട്ട് വേതാളം ബന്ധനം വിടുവിച്ച് മുരിക്കുമരത്തിലേക്ക് ഓടി. വേതാളത്തിന് ഇനിയും ചോദ്യങ്ങൾ ചോദിച്ച് വിക്രമാദിത്യനെ പരാജയപ്പെടുത്താൻ കഴിയുമോ? അടുത്ത കഥയുമായി ഉടനെത്താം.